Hello friends, ഇന്നത്തെ വീഡിയോയിൽ Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ is equal to 1 ആണ് എന്നുള്ളതിന്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. നമുക്കറിയാം Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് Q is equal to AL alpha K beta. Elasticity of substitution the formula എന്ന് പറയുന്നത് sigma is equal to percentage change in the K by L ratio divided by percentage change in the marginal rate of technical substitution ആണ്. ഈ ഫോർമുലേനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുവാണെങ്കിൽ sigma is equal to delta K by L by delta MRTS of labor for capital multiplied by MRTS of labor for capital by K by L എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നമുക്കറിയാം MRTS of labor for capital is equal to MPL by MPK. So Cobb-Douglas production function with respect to labor and capital differentiate ചെയ്യുമ്പോൾ നമുക്ക് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ദാറ്റ് ഈസ് ആൽഫ AL raised to alpha minus 1 K raised to beta എന്നും ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ബീറ്റ AL alpha K raised to beta minus 1 എന്നും കിട്ടും. സോ ഈ രണ്ട് ടേംസിനെയും നമ്മൾ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫ AL raised to alpha minus 1 K raised to beta ഡിവൈഡഡ് ബൈ ബീറ്റ AL alpha K raised to beta minus 1 എന്ന് കിട്ടും. ഇവിടെ ന്യൂമറേറ്ററിലുള്ള L raised to alpha minus 1 ഉം അതേപോലെ ഡിനോമിനേറ്ററിലുള്ള K raised to beta minus 1 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ ആൽഫ L raised to alpha L raised to minus 1 K raised to beta ഡിവൈഡഡ് ബൈ ബീറ്റ AL alpha K raised to beta K raised to minus 1 എന്ന് വരും. ഇവിടെ AL alpha അതേപോലെ K raised to betaയും കട്ടായി പോകും. സോ MRTS of labor for capital is equal to alpha L raised to minus 1 by beta K raised to minus 1 എന്ന് കിട്ടും. എക്സ്പോണൻസും നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആക്കാൻ വേണ്ടി റെസിപ്രോക്കൽ ആയിട്ട് എഴുതാം. സോ ആൽഫ K by beta L എന്ന് കിട്ടും. ഇവിടെ MRTS of labor for capital equals alpha K by beta L ആണെങ്കിൽ delta MRTS of labor for capital will be alpha by beta multiplied by delta K by L. ഈ ടേമിനെ ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ is equal to delta K by L divided by alpha by beta multiplied by delta K by L multiplied by alpha by beta multiplied by K by L divided by K by L എന്ന് കിട്ടും. ഇവിടെ എല്ലാ ടേംസും ക്യാൻസൽ ആയി പോകുന്നു. അങ്ങനെ സിഗ്മ is equal to 1 എന്ന് കിട്ടുന്നു. Hence, it is proved that for a Cobb-Douglas production function, the elasticity of substitution is equal to 1. Elasticity of substitution ഇവിടെ 1 ആയതുകൊണ്ട് തന്നെ ഒരു Cobb-Douglas production functionനെ ഐസോക്വാണ്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കോൺവെക്സ് ഐസോക്വാണ്ട് ആയിരിക്കും കിട്ടുന്നത്. Cobb-Douglas production functionന്റെ elasticity of substitution is equal to 1 ആണ് എന്നുള്ളത് മറ്റൊരു രീതിയിലും പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ ഫോർ ക്യാപിറ്റൽ is equal to alpha K by beta L എന്നുള്ളത്. ഈ ഇക്വേഷനിൽ നിന്നും K by L പുറത്തെടുക്കുവാണെങ്കിൽ K by L is equal to beta by alpha multiplied by MRTS of labor for capital എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ K by L എന്നുള്ളത് ബീറ്റ by alpha multiplied by ഡെൽറ്റ MRTS of labor for capital എന്ന് കിട്ടും. സോ ഈ ടേമിൽ നിന്നും ഡെൽറ്റ K by L divided by ഡെൽറ്റ MRTS of labor for capital will be equal to ബീറ്റ by alpha. അതേസമയം ഈ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ MRTS of labor for capital divided by K by L is equal to alpha by beta എന്ന് കിട്ടും. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഫോർമുലയിൽ ഈ രണ്ട് ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ബീറ്റ ബൈ ആൽഫ മൾട്ടിപ്ലൈഡ് ബൈ ആൽഫ ബൈ ബീറ്റ എന്ന് കിട്ടും. സോ ഇവിടെ ആൽഫയും ബീറ്റയും ക്യാൻസൽ ആയി പോയി. അങ്ങനെ ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 എന്ന് ഫൈനലി കിട്ടും. ഇത്തരത്തിൽ ഒരു Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 1 ആണ് എന്നുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും.